എല്ലാവർക്കും നമസ്കാരം. പുതിയ ചില മണ്ടത്തരങ്ങളും അമളികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കളിക്കാൻ അറിയില്ലെങ്കിലും വെല്ലുവിളികൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. കണ്ടു നോക്കാം. മുട്ട അടിച്ചോ അല്ലെ ഞങ്ങളോട് ഗോളായിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട. ഏത് നേരത്താണ് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ തോന്നിയത് എന്നതായിരിക്കാം ഇവനിപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ ഇതാ നമ്മുടെ മാനേജർ അല്പം ക്രൂരനായി പോയി എന്ന് പറയാം. കടൽ എത്ര കളിക്കാൻ അറിയാത്തവരാണെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ചിലയിടങ്ങളിലാണെങ്കിൽ കളിക്കാരെക്കാൾ കൂടുതൽ ആവേശം കാണികൾക്കാണ്. ഇങ്ങനത്തെ കളി എടുത്തിട്ട് ബെസ്റ്റത് കഴിച്ചു. അവൻ പറഞ്ഞില്ല ഒരു ഒലക്കേല കളി എങ്കുണ്ട്, ബ്രോണുണ്ട്, സുനിൽ ഛത്രി ഉണ്ട് പറഞ്ഞാണ്ട് അനൗൺസ്മെന്റും പരസ്യം പൊട്ടിക്കാണ്ട് ഒരു 15 പറ്റാത്ത കളിക്കാരോട് ഒലക്കേല എന്തിനാണ് മരങ്ങളൊക്കെ 15 നിങ്ങളെ കൂറ്റാന്റെ കളിയാണ് ഞങ്ങൾ വന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്പോർട്സ് താരമാകുമ്പോൾ പ്രാക്ടീസ് മുഖ്യമാണ്. പ്രാക്ടീസും വർക്കൗട്ടും ഒക്കെ ചെയ്ത് ഉന്നത പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുള്ള ചിലരെയാണ് കാണിക്കുന്നത്. എന്തായാലും ഇവരുടെ മാസ്മരിക പ്രകടനങ്ങൾ കണ്ട് ജഡ്ജസിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് എന്ന് പറയാം. ഇതുപോലുള്ള മത്സരങ്ങൾക്ക് ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇതിന് നേരെ മുൻവശത്തായി ഇരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. ചെറുപ്പകാലത്ത് മാവിലെറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എന്നാൽ അതിനും ഒരു കഴിവ് വേണം. കണ്ടു നോക്കാം. എന്നാൽ മാവിലെറിയാൻ ഏറ്റവും ഉത്തമം ഇതുപോലുള്ള വലിയ കമ്പുകളും വടികളും ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. ഒരൊറ്റ എറിന് മാങ്ങ എറിഞ്ഞ് താഴെ ഇട്ടാൽ പിന്നെ കമ്പ് എങ്ങോട്ട് പോയി എന്നൊന്നും ആരും നോക്കാറില്ല. എന്തായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയാം. എറിഞ്ഞു വീഴ്ത്തുമ്പോഴാണല്ലോ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. ഇതാകുമ്പോൾ സേഫാണ്. വലിയ വടികൊണ്ടും തോട്ടികൊണ്ടുമൊക്കെ ഇതുപോലെ പറിക്കാൻ ശ്രമിക്കുമ്പോൾ താഴെ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പരിക്ക് പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിന് പകരമായി എന്ത് ചെയ്യാനാകും എന്നതാണ് ഇവർ കാണിക്കുന്നത്. താഴെ ഒരു പാത്രവും പിടിച്ച് ഇതുപോലെ ഒരാളെ അങ്ങ് നിർത്തിയാൽ മതി. ചക്ക വീണ് കഴിഞ്ഞാൽ നേരെ പാത്രത്തിലേക്ക് എത്തും.
എന്തായാലും ഇദ്ദേഹം ചെയ്തത് മണ്ടത്തരമാണെങ്കിലും ഇദ്ദേഹം കാണിച്ച ആ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കൂടുതൽ അകലത്തിലേക്കാണ് ചാടേണ്ടത് എങ്കിൽ ഒരു വടിയുടെ സഹായം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇദ്ദേഹത്തിനും ഇതുപോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ഷോക്കിൽ നിന്നും ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഇനി ഇതാ മറ്റു 3 പേരെയാണ് കാണിക്കുന്നത്. ഒരു സെൽഫ് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്താണ് ബൈക്കിൽ പോകുന്നത്. നിങ്ങളെ മേത്ത് ആരെങ്കിലും മേത്ത് ഇങ്ങനെ കാക്ക കൂറിനോ? കാക്ക സ്പ്രെഡാക്കിയല്ല തൂറി. എന്താ ദേഹത്ത് കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. കുളിച്ചാനും പോകില്ലടാ. എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ പറയുക. ആകടങ്ങേറായി 2000-ന്റെ നോട്ട് നിർത്താൻ പോയി. എന്തിനാണ് വെച്ചാൽ ഈ 2000-ന്റെ നോട്ട് നിർത്തത്? ആരാണ്ട് പറഞ്ഞിട്ട് മറ്റേ ബ്ലാക്ക് മണി നിർത്തലാക്കാൻ, അത് തടയാൻ വേണ്ടിയാണ്. എന്റെ പൊന്നു പണ്ടാരമ, ഈ 2000 ഒക്കെ ഇറങ്ങണതിന് മുമ്പ് തന്നെ നമ്മുടെയൊക്കെ മണി ബ്ലാക്ക് മണിയാണ്. നിന്റെ മണി ബ്ലാക്ക് അല്ലേ? നിന്റെ ബ്ലാക്ക് അല്ലേ? 2000 ഇറങ്ങിയിട്ട് എന്തെങ്കിലും വ്യത്യാസമാകും? ഇനിയിപ്പോ 2000 അല്ല 16 ഇറങ്ങിയെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ മണി ബ്ലാക്ക് മണിയാണ്. സീനാണ്, സീനബിളാണ്. ഇനി ഇതാ ശ്രോതാക്കളെ ഇളക്കി മറിച്ച ഒരു ഗായകനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇരകാകവേ പകലാകവേ കവിള കുന്നോമൽ കന്നോരം കണ്ണീരും മായണം നെഞ്ചോരം പൊന്നോളം ചേരേലും കനവുകരുമാരു പിടി കാവലായി വഴി തേടണം മാരിൽ ചിറകേകൾ. ഇനി ഇതാ ഒരു പെരുന്നാൾ ദിവസം പാട്ടുപാടാനെത്തിയ ഇവന് കിട്ടിയ പണി ഒന്ന് കാണാം. ഹലോ ഹലോ, ആ എനിക്കത് സാധനം മതി. ഞാൻ മലപ്പുറത്ത് വരില്ല. എവിടെ ഉള്ളത്? ഇവിടെ ഇതാ ഒരു കൂട്ടം ഗായികമാരെയാണ് കാണിക്കുന്നത്. ആരാണ് ഏറ്റവും നന്നായി പാട്ട് പാടുന്നത് എന്നതാണ് പരിശോധിക്കാൻ പോകുന്നത്. കണ്ടു നോക്കാം. ഇത് വളരെ സീരിയസ് ആയി നടത്തുന്ന ഒരു പരിപാടി ആയതിനാൽ ഇത് കണ്ട് നിങ്ങൾ ആരും ചിരിക്കരുത് എന്നതാണ് പറയാനുള്ളത്. അവരും ചിരിക്കുകയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ചിരിപ്പിച്ചത് എന്ന് താഴെ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.